Hello guys, welcome back to my channel, Sports Official. So അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലെ ആദ്യ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. നമുക്ക് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. അതിന് മുൻപ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നയാളാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം ഒരു വിജയം കരസ്ഥമാക്കാൻ കഴിയാതെ വളരെ ബുദ്ധിമുട്ടിയ ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ എന്തായാലും ഈ മത്സരത്തിൽ ഒരു എവേ വിൻ കേരള ബ്ലാസ്റ്റേഴ്സ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. ബാംഗ്ലൂർ എഫ് സിക്കെതിരെ 2-1 എന്ന സ്കോറിലാണ് ബാംഗ്ലൂരിന്റെ സ്റ്റേഡിയമായ ശ്രീകണ്ഠയിൽ പോയി വിജയിച്ചിരിക്കുന്നത്. ഈ ഗോൾ സ്കോർ ചെയ്ത ആരൊക്കെയാണ് നോക്കുകയാണെങ്കിൽ, ആദ്യമായി ഗോൾ സ്കോർ ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് സ്ട്രൈക്കറായ വിക്ടർ ബർട്ടോമിയോ, അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പുതുതായി കൊണ്ടുവന്ന ഫ്രാങ്കോ എന്നിവരാണ് ഗോൾ സ്കോർ ചെയ്തത്. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പ്ലേയേഴ്സിന്, ഫ്രാങ്കോക്കും അതുപോലെ തന്നെ വിക്ടർ ബർട്ടോമിയോക്കും ഗോൾ നേടുവാൻ അസിസ്റ്റ് നൽകിയത് SLKയിലേക്ക് കളിച്ച കണ്ണൂർ വാരിയേഴ്സ് എഫ് സിക്ക് വേണ്ടി കളിച്ച നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മലയാളി താരമായ എബിൻ ദാസ് ആണ് ഈ രണ്ട് ഗോളിനും വഴിയൊരുക്കിയത്. സോ മികച്ചൊരു പ്രകടനമാണ് ഈ മത്സരത്തിൽ ഓൾ ഓവർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിൽ നിന്ന് കാണാൻ സാധിച്ചത്. സോ അങ്ങനെ ഈ സീസണിലെ ആദ്യ വിജയം കേരള ബ്ലാസ്റ്റേഴ്സ് കരസ്ഥമാക്കി വരികയാണ്. അതുപോലെ തന്നെ ബാംഗ്ലൂർ എഫ് സിയുടെ ഗോൾ നേടിയതും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലെയറാണ്. ചുരുക്കി പറഞ്ഞാൽ ആ പോസ്റ്റിലും ഈ പോസ്റ്റിലും കേരള ബ്ലാസ്റ്റേഴ്സ് അടിച്ചു കൊടുത്തു എന്ന് വേണം പറയാൻ. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓൺ ഗോൾ നേടുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻഡറായ ഫാലോണ്ടോ ഡിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഓൺ ഗോൾ അടിക്കുന്നത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫാലോണ്ടോ ഡിയുടെ ഭാഗത്തു നിന്ന് ഒരു ഓൺ ഗോൾ വരുന്നത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് 2-1 എന്ന സ്കോറിൽ ബാംഗ്ലൂർ എഫ് സിയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വിജയം ഒരു വലിയ ബൂസ്റ്റ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എൻറ്റയർ സ്ക്വാഡിന് തന്നെ നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ അടുത്ത മത്സരം എനിക്ക് തോന്നുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ടാണ് അടുത്ത മത്സരം. ആ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഒരിക്കൽ കൂടി വിജയം കരസ്ഥമാക്കാൻ കഴിയട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങൾക്ക് എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബാംഗ്ലൂർ എഫ് സി മത്സരം കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിൽ എഴുതിയിരിക്കുക. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പ്ലേയേഴ്സിന്റെ സൈനിങ്ങിനെ കുറിച്ചും അവരുടെ പെർഫോമൻസിനെ കുറിച്ചും വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിൽ എഴുതിയിരിക്കാവുന്നതാണ്. സോ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ചെയ്താൽ